ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെന്നൊരു സ്പെഷ്യൽ മെസ്സേജ് നിങ്ങൾക്ക് തരാനുണ്ട്. ഒരു പ്രത്യേക ദൂത് നിങ്ങൾക്ക് തരാനുണ്ട്. പ്രത്യേക സന്ദേശം നിങ്ങൾക്ക് തരാനുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ കാതോർത്തിരിക്കുക. നിങ്ങൾ ഹൃദയം തുറന്നിരിക്കുക, ബുദ്ധി തുറന്നിരിക്കുക, കണ്ണ് തുറന്നിരിക്കുക. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങൾ കൊടുക്കാൻ തയ്യാറായി നിങ്ങളിരിക്കുക. ക്രിസ്തു വന്നിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ ഇടയിലുണ്ട്. അദൃശ്യനായി, അരൂപിയായി യേശുക്രിസ്തുവിടെ അരികിൽ തൂടി നടക്കുന്നുണ്ട്. ക്രിസ്തു നമ്മളെ കാണുന്നുണ്ട്. ഒരിക്കൽ ഐവാൻ റോബർട്ട്സ് എന്ന് പറയുന്ന ഒരു ഭക്തൻ, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഹൈറ്റ് മീ ലോർഡ് ബിസൈഡ് യുവർ ക്രോസ്. കർത്താവേ, നിൻ്റെ കുരിശിൻ്റെ പിറകിൽ എന്നെ ഒന്ന് മറച്ചു നിർത്തണമേ. ഐവാൻ റോബർട്ട്സ് വലിയൊരു സുവിശേഷകനായിരുന്നു. പക്ഷേ അദ്ദേഹം കൂടെ പറയാനുള്ളൊരു വാക്കാണ് ഹൈറ്റ് മീ ലോർഡ്, എന്നെ ഒളിപ്പിക്കുക, ബിഹൈൻഡ് യുവർ ക്രോസ്, നിൻ്റെ ക്രൂസിൻ്റെ മറയിൽ എന്നെ ഒളിപ്പിക്കുക. എന്നെ ആരും കാണണ്ട. എന്നെ കണ്ടാൽ ആർക്കും ഒരു പ്രയോജനം കിട്ടുകയുമില്ല. കർത്താവേ, നിൻ്റെ കുരിശിക്കപ്പെട്ട യേശുവിനെ, ക്രൂശിക്കപ്പെട്ടെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന ക്രിസ്തുവിനെ, നിന്നെയാണ് ലോകം കാണേണ്ടത്. എന്നെ നിന്റെ കുരിശിൻ്റെ പിറകിൽ മറച്ചു നിർത്തണമേ എന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. വീണ്ടും അദ്ദേഹം പറഞ്ഞു, ബെൻ മീ ലോർഡ് അറ്റ് യുവർ ഫീറ്റ്, നിൻ്റെ പാദത്തിങ്കൽ കുനിഞ്ഞിരിക്കാൻ എന്നെ ഒന്ന് കുനിയിപ്പിക്കണമേ. ബെൻ മീ ലോർഡ് അറ്റ് യുവർ ഫീറ്റ്. നാഥ, നിൻ്റെ പാദത്തിങ്കൽ കുനിഞ്ഞിരിക്കാൻ, എളിമയോടിരിക്കാൻ എന്നെ നീ അനുവദിക്കണമേ, ആ ഭാഗ്യം എനിക്ക് തരണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ ചേർന്നിരിക്കാം. കുരിശിൻ്റെ പിറകിൽ മറഞ്ഞിരിക്കാം. ക്രൂശിതനായ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് നമുക്കിരിക്കാം. എല്ലാം മറക്കാം. നമുക്ക് സഭാഭേദമില്ല, നമുക്ക് കക്ഷി പരിഗണനയില്ല, നമുക്ക് ഒന്നുകൂടി പറഞ്ഞാൽ മതഭേദം പോലും ഇല്ല. നാം ഒരിക്കലും ആരെയും മതം മാറ്റുന്നില്ല. അത് നമ്മുടെ ഉദ്ദേശമല്ല. ആരെയും നാം സമുദായം മാറ്റുന്നില്ല, സഭ മാറ്റുന്നില്ല. അത് ഉദ്ദേശമല്ല. ഏതെങ്കിലും ഒരു കക്ഷിയുടെയോ സഭയുടെയോ വക്താക്കളല്ല നാം ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ വക്താക്കളാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷം നമുക്ക്, അതുകൊണ്ടാണ് സഭാഭേദമില്ലാത്തത്. എല്ലാവരെയും നാം ക്രിസ്തു കാണുന്ന പോലെ കാണുന്നു, സ്നേഹിക്കുന്നു. യേശുക്രിസ്തു ആരോടും പക്ഷഭേദമില്ലല്ലോ. അതുപോലെ എല്ലാവരെയും നാം ബഹുമാനിക്കുന്നു. എല്ലാവരെയും ശ്രേഷ്ഠരായിട്ട് എണ്ണുന്നു. ആരെയും നാം താഴ്ത്തി കാണുകയില്ല ഒരിക്കലും. ഒരു തരഭേദവും നോക്കിയില്ല. എല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ, എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടി, മോഹന സൃഷ്ടി. നിത്യനായ ദൈവത്തിൻ്റെ മോഹന സൃഷ്ടിയാണ് ഓരോ മനുഷ്യരും, എല്ലാവരും. അവിടെ കർത്താവിന് മതഭേദമൊന്നുമില്ല. യേശുക്രിസ്തു മതം സ്ഥാപിച്ചിട്ടില്ല. യേശുക്രിസ്തു മതസ്ഥാപകനല്ല. യേശുക്രിസ്തു രക്ഷകനാണ്. ഏവരുടെയും, ഏത് മതത്തിൽപ്പെട്ടവരെയും, ഏത് ജാതിയിൽപ്പെട്ടവരെയും, ഏത് നാട്ടിൽപ്പെട്ടവരെയും, ഏത് കാലത്തുള്ളവരെയും എല്ലാവരെയും രക്ഷിപ്പാൻ കടന്നു വന്ന നിത്യനായ ദൈവത്തിൻ്റെ ഏകജാതനായ തിരുക്കുമാരനാണ് കർത്താവായ യേശുക്രിസ്തു. ക്രിസ്തുവിനെ കണ്ടുകൊണ്ടിരിക്കുക, ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവേ, ഇന്ന് നീ എന്നോട് സംസാരിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുവചനം കേൾക്കുക. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ ശേഷം 13-ാം അധ്യായത്തിൻ്റെ 27 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഖണ്ഡം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട്, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. എന്നാൽ ഇത് ഇന്നതിനെക്കുറിച്ച് പറഞ്ഞുവെന്ന് പന്തിയിലിരുന്നവരിൽ ആരും അറിഞ്ഞില്ല. പണസഞ്ചി യൂദായുടെ പക്കലാകയാൽ പെരുന്നാളിൽ വേണ്ടുന്നത് മേടിപ്പാനോ ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നുവെന്ന് ചിലർക്ക് തോന്നി. ഖണ്ഡം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റേ പോയി. അപ്പോൾ രാത്രിയായിരുന്നു. അപ്പഖണ്ഡം വാങ്ങിയ ഉടനെ ഇസ്കരിയോത്ത് യൂദ എഴുന്നേറ്റ് പോയി. അപ്പോൾ രാത്രിയായിരുന്നു. യൂദ ഇറങ്ങിപ്പോയപ്പോൾ രാത്രിയിലേക്കാണ് പോയത്, ഇരുളിലേക്കാണ് പോയത്. ഈ ഇരുള എന്ന് പറയുന്ന സാക്ഷാലുള്ള ഇരുട്ട്, അതുകൊണ്ട് ആ ഇരുട്ടിലേക്കാണ് പോയത്. രാത്രിയാണ്. പക്ഷേ അവൻ്റെ അകം ഇരുൾ കയറി ഒന്നും പിടികിട്ടുന്നില്ല അവന്. അവൻ്റെ ചിന്താഗതിയെല്ലാം വഴിതെറ്റിപ്പോയി. അവൻ്റെ മനോഭാവമെല്ലാം വഴിതെറ്റിപ്പോയി. അവൻ ചിന്തിച്ചു, യേശുവിനൊരു ഹാനിയും വരികയില്ല, യേശുവിന് ദോഷമൊന്നും വരികയില്ല. യേശു സർവശക്തനല്ലേ, യേശു കടലിന്മേൽ നടന്നവനല്ലേ, വെള്ളത്തിന്മേൽ നടന്നവൻ. യേശു ഭൂതഗ്രസ്തനെ ഭൂതത്തിൻ്റെ ഉപദ്രവം മാറ്റി രക്ഷിച്ചവനല്ലേ. യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് അറിയാം. അവന് യേശുവിൽ വിശ്വാസമുണ്ട്. യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ലെന്നറിയാം. നമ്മൾ പലരും അങ്ങനെയാണ്. യേശുവിനെക്കുറിച്ചൊരു നല്ല വിശ്വാസമുണ്ട് നമുക്ക്. യേശു സർവശക്തനാണെന്ന് നമുക്കറിയാം. യേശു ക്രിസ്തുവാണ് ഇന്ന് നമ്മെ നയിക്കുന്നത് നമുക്കറിയാം.
പക്ഷേ നാം ഇരുളിലേക്കാണ് പോകുന്നത്. നമ്മുടെ അകത്തുള്ള മാലിന്യം എന്ത് എന്ന് കണ്ടത് മാറ്റിക്കളയാതെ നാം പോയാൽ ഇരുളിലേക്കാണ് പോകുന്നത്. ഇരുളിൽ അന്ധകാരത്തിലേക്കാണ് പോകുന്നത്. അന്ധകാരം, ഭീകരമായ കൂരിരുട്ട്, കരച്ചിലും പല്ലുകടിയുമുള്ള കൂരിരുട്ട്. ആർക്കും തമ്മിൽ കാണാൻ വയ്യ. ഞരക്കങ്ങൾ മാത്രം കേൾക്കാം, ചിലപ്പോൾ അട്ടഹാസങ്ങൾ കേൾക്കാം, ആക്രോശങ്ങൾ കേൾക്കാം, പുഴു ശരീരത്തിൽ കൂടി നുളച്ച് കയറുന്നത് കേൾക്കാം. ശരീരമില്ല അവിടെ, ആത്മലോകത്ത് ശരീരമില്ലല്ലോ, പക്ഷേ ശരീരത്തിൽ കൂടി പുഴു അരിക്കുന്നത് പോലത്തെ ഒരു അനുഭവം, ഭയങ്കരമായ ചൊറിച്ചിൽ, വേദന, ചകാത്ത പുഴുവും കെടാത്ത തീയും, കരച്ചിലും പല്ലുകടിയും, നരകത്തിൻ്റെ ഭീകരത. നരകത്തിൻ്റെ ഭീകരതയിലേക്കാണ് പോകുന്നതെന്ന് അവൻ അറിഞ്ഞില്ല. അവൻ രാത്രി ഇരുട്ടിലേക്ക് അവൻ പോകുകയായിരുന്നു. അനേകരും ഇരുളിൻ്റെ ഏകാന്തതയിലാണ്. വ്യക്തമായ കാഴ്ചപ്പാടുകളില്ല. എന്താണ് സാക്ഷാലുള്ള ആത്മീയം അറിയാൻ പാടില്ല. പള്ളിയിൽ പോകുന്നുണ്ട് പാവങ്ങൾ, നേർച്ച കഴിക്കുന്നുണ്ട് സാധുക്കൾ. 12 വയസ്സിൽ ഞങ്ങളുടെ വീട്ടിലെ ദുരിതങ്ങൾ മാറാൻ വേണ്ടി അമ്മ പിറവം പള്ളിയിൽ 3 വയസ്സുകൾ നേർച്ച നേർന്നു. കുന്നുകുട്ടി പള്ളിയിൽ ആൾരൂപവും പാമ്പും പുറ്റും നേർച്ച നേർന്നു. ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാൾ ഏറ്റു കഴിക്കാൻ അമ്മ നേർച്ച നേർന്നു. കുടുംബത്തിലെ യാതനകൾ മാറാൻ വേണ്ടിയാണ്. എനിക്ക് 1 വയസ്സുള്ളപ്പോൾ അപ്പം മരിച്ചതുകൊണ്ട് ആകെ അസ്വസ്ഥമായ കുടുംബം, ആകെ മ്ലാനമായ കുടുംബം, ആകെ മൂകമായ അന്തരീക്ഷം, വർത്തമാനമില്ല, ചിരിയില്ല. വിശേഷ ദിവസങ്ങളിൽ പോലും ഒരു പ്രത്യേകതയൊന്നുമില്ല. 25 നോമ്പ് വിടുന്ന ദിവസമോ 50 നോമ്പ് വിടുന്ന ദിവസമോ ഒരു പ്രത്യേകതയൊന്നുമില്ല. അന്ന് ക്രിസ്തുമസിനും ഈസ്റ്ററിനും ഒക്കെ എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ വീടുകളിലെല്ലാം ആഘോഷങ്ങളുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ ആഘോഷമില്ല. അങ്ങനെ ഒരു ഉറങ്ങിപ്പോയ വീട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അമ്മ ഈ നേർച്ചയിൽ നേർന്നു. ഞങ്ങളുടെ വീടിനടുത്തുള്ള വീട്ടിൽ വേലയ്ക്ക് വരാറുള്ള ഒരു വല്യപ്പനെ കൂട്ടിക്കൊണ്ട് അദ്ദേഹം ഈ നേർച്ചയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കോഴിയെയും ചുമന്നുകൊണ്ട് അദ്ദേഹം നടന്നു, കൂടെ ഞാനും നടന്നു. അന്നിങ്ങോട്ട് ബസ്സൊന്നുമില്ല. 12 വയസ്സിൽ എൻ്റെ വീട്ടിൽ നിന്ന് പിറവംപള്ളി വരെയും ഞാൻ നടന്നു. പ്രിയപ്പെട്ടവരെ, നേർച്ചകൾ നടത്തി നോക്കി. അമ്മ ആണ്ടുനോമ്പ് നോക്കി, ആണ്ടുനോമ്പ്, ഒരാണ്ട് മുഴുവൻ നോമ്പ് നോക്കി. അമ്മ കോലഞ്ചേരി പള്ളിയിലെ ഇതിൻ്റെ 29-ാം തീയതി പെരുന്നാളിന് അവിടെയുള്ള ധർമ്മക്കാർക്കെല്ലാം ധർമ്മം കൊടുക്കാനായിട്ട് അമ്മ രൂപ മാറി അതിനുവേണ്ടി അമ്മ തയ്യാറാക്കി പോയി എല്ലാവർക്കും ധർമ്മം കൊടുത്തു. ചെയ്യാവുന്നതെല്ലാം ചെയ്തു. മനുഷ്യൻ ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റൂ, ഇതല്ലേ പ്രാർത്ഥന. അങ്ങനെയാണ് ധരിച്ചിട്ടത്, അതിലപ്പുറം ധരിച്ചിട്ടില്ല. എന്താണ് ആത്മീയം എന്ന് അറിഞ്ഞുകൂടാ, യേശു ആരാണെന്ന് അറിഞ്ഞുകൂടാ. പ്രാർത്ഥനയുണ്ട്, നമസ്കാരമുണ്ട്. ഇന്ന് ഞാൻ ഓർക്കുന്നു, പാതിരാത്രി നമസ്കാരവും പ്രഭാത നമസ്കാരവും 7:30 നമസ്കാരവും ഒരുമിച്ച് രാത്രി വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് അമ്മ ചൊല്ലും, ഞങ്ങൾ വിളിച്ച് എഴുന്നേൽപ്പിക്കും. പ്രാർത്ഥനകളെല്ലാം കുമ്പിട്ട് പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം. അന്ന് അമ്മ ഉച്ച നോക്കിയിരുന്നു, ഒരാണ്ട് മുഴുവൻ ഉച്ച നോക്കിയിരുന്നു. ഉച്ച വരെ ആഹാരമൊന്നും കഴിക്കില്ല. ഉച്ച കഴിഞ്ഞ് പ്രാർത്ഥിച്ച് 40 മുമ്പിട്ടതിന് ശേഷമേ അമ്മ ആഹാരം കഴിക്കുമായിരുന്നുള്ളൂ. ഞാനൊക്കെ സ്കൂളിൽ പോയിരുന്ന കാലം, പ്രിയപ്പെട്ടവരെ, ഞാൻ പഴയ കാലങ്ങൾ ഓർക്കുകയാണ്. അന്ധകാരം നിറഞ്ഞിരുന്നൊരു ഭവനം, മ്ലാനത തിങ്ങിയിരുന്നൊരു ഭവനം, ആശ്വാസമില്ലാത്തൊരു ഭവനം, സമാധാനമില്ലാത്തൊരു ജീവിതം. കർത്താവിന് സ്തോത്രം. ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ തനിയെ ഇരുന്ന് കരയും. സ്തോത്രം. ഞാൻ ഇന്നും ഓർക്കുന്നു. ഞാനിതെല്ലാം ഓർക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തു പോയല്ലോ എന്ന്. ഞാൻ ഈ വേദനയിൽ ഉള്ളങ്ങ് കലങ്ങിപ്പോയപ്പോൾ ഒരവസരത്തിൽ ഞങ്ങളുടെ പറമ്പിൽ കൂടി, അവിടെ അന്നൊക്കെ കുറ്റിക്കാടുകളുണ്ട്, പിന്നെ കശുമാവുണ്ട്, അതിൻ്റെ എല്ലാം ആ പറമ്പിൽ കൂടി ഞാൻ നടന്നു. ഇവിടെ വല്ല ചെതൽപ്പൂറ്റിനകത്ത് വല്ല പാമ്പുണ്ടായിരിക്കുമെങ്കിൽ ആ പാമ്പ് കടിച്ചാണെങ്കിൽ ഞാൻ മരിച്ചാൽ മതിയായിരുന്നു. ആത്മഹത്യ ചെയ്യാൻ അറിയാൻ പാടില്ല, പേടിയാണ് ആത്മഹത്യ. ഞാൻ മരിച്ചാൽ ഈ ദുഃഖമെല്ലാം സഹിക്കാൻ എങ്ങനെ സാധിക്കും? അമ്മയുടെ ദുഃഖം കാണണം, എൻ്റെ പെങ്ങളുടെ ദുഃഖം കാണണം, എനിക്കും ദുഃഖം, ദുരിതം നിറഞ്ഞൊരു ജീവിതം. എന്തായിരുന്നു ആ കാലം? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും എന്നോടൊരു സഹതാപം ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ അപ്പം മരിച്ചുപോയ ഒരു മോൻ, അതുകൊണ്ട് എല്ലാവർക്കും, ഞാൻ കൊച്ചുകുട്ടിയായിരുന്ന കാലം മുതലേ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും എൻ്റെ സഹതാപം ഉണ്ടായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെല്ലാം മുസ്ലിം സഹോദരങ്ങളാണ്. അവർക്കെല്ലാം വലിയ കാര്യമായിരുന്നു. ഇപ്പുറത്ത് തെക്ക് ഭാഗത്ത് അവിടെയെല്ലാം ഹിന്ദുക്കളായിരുന്നു. അവരിടയ്ക്കൊക്കെ വീട്ടിൽ വരും, അവർ സംസാരിക്കും. എന്നെ അവർക്ക് വലിയ വാത്സല്യമായിരുന്നു. പക്ഷേ ഈ മനുഷ്യരുടെ വാത്സല്യം കൊണ്ട് എന്ത് കിട്ടും? എന്നും വീട്ടിലും ദുരിതമല്ലേ, ദുഃഖമല്ലേ. ആഹാരത്തിന് മുട്ടുണ്ടായില്ല, കാരണം പാടത്ത് കൃഷി ഉണ്ടായിരുന്നു.
പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയെല്ലാം വാടി തളർന്ന് തകർന്നു പോയൊരു കുടുംബം, നേർച്ച കഴിച്ചു നോക്കി, വഴിപാട് കഴിച്ചു നോക്കി, എല്ലാം. സഹോദരങ്ങളെ, എന്നാൽ അന്ന് അന്ധകാരമായിരുന്നു ഇപ്പോൾ എനിക്കറിയാം. ഞാൻ മനസ്സാന്തരപ്പെട്ടപ്പോൾ എനിക്കറിയാം. അതിനു മുമ്പ് ഞാൻ ദൈവത്തോടുകൂടിയാണെന്ന് എൻ്റെ വിചാരം. ഞാൻ ദൈവത്തോടുകൂടെ ഒരു തെറ്റും ചെയ്യുന്നില്ല, പുറമെയുള്ള തെറ്റൊന്നും ചെയ്യുന്നില്ല, ഒരു പാവത്തിന് പോകുന്നില്ല, മദ്യപിച്ചില്ല, പുകവലിച്ചില്ല, വേണ്ടാതരത്തിനൊന്നും കൂട്ടുകൂടിയില്ല, അരുതാത്ത ശീലങ്ങളൊന്നും പഠിച്ചില്ല, കുഴപ്പമില്ലല്ലോ. ഞാൻ കൃത്യം പ്രാർത്ഥിക്കുന്നു, പള്ളിയിൽ പോകുന്നു, എല്ലാം ശരിയായി. അപ്പോൾ അതുകൊണ്ട് എല്ലാം ശരിയാണെന്ന് വിചാരിച്ചാണ് ഞാൻ കഴിയുന്നത്. എന്നാൽ ഞാൻ ആത്മാവിൽ മരിച്ചിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞത് ഒരു പ്രസംഗം കേട്ടപ്പോഴാണ്. ആത്മാവിൽ മരിച്ചിരിക്കുന്നു. എന്താ തെളിവ്? പ്രസംഗം പറഞ്ഞു, പുറമേ അശുദ്ധിയില്ല, ദുർഗന്ധമില്ല, പക്ഷേ ലാസറിൻ്റെ കല്ലറയ്ക്കുള്ളിൽ ദുർഗന്ധമുണ്ട്. കല്ലറ തുറന്നാൽ ദുർഗന്ധമാണ്. പുറമേ ദുർഗന്ധം ഒന്നുമില്ല, അകത്താണ് ദുർഗന്ധം. അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഈ ദേവാലയത്തിൽ നിന്ന് വചനം കേൾക്കുന്ന ചിലര് അകമേ ആണ് പാവം, പുറമേ പാവമൊന്നും ഇല്ലാത്തവരുണ്ട്. അവർ നീതിമാന്മാരായിട്ടിരിക്കുകയാണ്, പക്ഷേ അവരാത്മാവിൽ മരിച്ചു കിടക്കുകയാണ്. കാരണം അകത്ത് തിന്മയുണ്ട്, അകത്ത് വൈരാഗ്യമുണ്ട്, അകത്ത് പകയുണ്ട്, അകത്ത് വിദ്വേഷമുണ്ട്, അകത്ത് ചീത്ത ചിന്തകളുണ്ട്, അകത്ത് ദുരാഗ്രഹങ്ങളുണ്ട്. എല്ലാ തിന്മയും അകത്താണ്, പുറമേ ഒന്നുമില്ല. അകം ചീഞ്ഞിരിക്കുന്നു, അകം ദുർഗന്ധമായിരിക്കുന്നു, മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പെട്ടെന്ന് നല്ല ഉന്നതമായ ഉയർന്ന ശബ്ദത്തിൽ പറഞ്ഞു, ലാസറേ പുറത്തു വരിക എന്ന് യേശു പറഞ്ഞു. മരിച്ച് 4 ദിവസമായ ലാസർ പുറത്തു വന്നു. എപ്പോഴും ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ നേരെ കൈ കൊണ്ടുവന്ന പോലെ എനിക്ക് തോന്നി. എന്നെ കണ്ടിട്ടായിരിക്കില്ല, ദൈവാത്മാവ് അങ്ങനെ തോന്നിച്ചായിരിക്കും, എനിക്കറിയാൻ പാടില്ല. ഞാനവിടെ ഇരുന്ന് പൊട്ടി കരഞ്ഞു. സ്തോത്രം. അന്ന് ഒരു വീണ്ടും ജന്മം നടക്കുകയായിരുന്നു, അന്നൊരു പുതുജന്മം നടക്കുകയായിരുന്നു, അന്ന് മാനസാന്തരം സംഭവിക്കുകയായിരുന്നു, അന്ന് ജീവിതം ക്രിസ്തുവിന് കൈമാറുകയായിരുന്നു. ജീവിതം യേശു ക്രിസ്തു ഏറ്റെടുക്കുകയായിരുന്നു. ക്രിസ്തു ജീവിതത്തിലേക്ക് കടന്നു വന്നു 17-ാമത്തെ വയസ്സിൽ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി മാറട്ടെ, പ്രഭാതം ഉദിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. പൊൻപുലരി വിരിയട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പുതുപ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ ഉദിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വരട്ടെ. നിങ്ങൾ മാനസാന്തരമുള്ളവരായി തീരുവീൻ. ജീവിതം മാറട്ടെ, ഇരുൾ മാറട്ടെ, അന്ധകാര ശക്തികൾ മാറട്ടെ. അന്ധകാര ശക്തികൾ പൈശാചിക ശക്തികളാണ്. ഈ ഭീകര ദുരാത്മാക്കളെല്ലാം മാറട്ടെ. നാളുകളായി തലമുറയായി നിങ്ങളുടെ കുടുംബത്തെ കൈയടക്കി വെച്ചിരുന്ന ദുഷ്ടപിശാചുക്കൾ മാറിപ്പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. തലമുറകളായി ചില ശാപങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ട്, അതെല്ലാം മാറിപ്പോകട്ടെ. തലമുറകളായി നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതലേയുള്ള ചില ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പിതാക്കന്മാർ കാലം മുതലുള്ള ചില തലമുറകളുടെ ശാപങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, എല്ലാം മാറിപ്പോകട്ടെ. ഇന്ന് കർത്താവ് വെളിവ് നിങ്ങൾക്ക് തരികയാണ്. എൻ്റെ കർത്താവേ, ഞാനും പള്ളിയിൽ പോകുന്നു, നമസ്കാരം ചൊല്ലുന്നു, പക്ഷേ ഞാൻ നരകത്തിലേക്കാണ് പോകുന്നത്, ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇരുളാണ്, നീ അറിഞ്ഞില്ലല്ലോ. ഇസ്കറിയോത്ത് യൂദ പോയപ്പോൾ രാത്രിയായിരുന്നു, ഇരുളിലേക്കാണ് പോയത്. കർത്താവേ, പുറമേയുള്ള രാത്രിയല്ല ഇന്ന് എൻ്റെ ജീവിതത്തിൽ. അകമേ രാത്രിയാണ്, അകമേ ഇരുളാണ്. ഇരുളെന്നെ പിടിച്ചടക്കിയിരിക്കുന്നു, ഇരുളെന്നെ കീഴടക്കിയിരിക്കുന്നു, ഇരുളിൻ്റെ അധികാരശക്തി എന്നെ വശീകരിച്ചിരിക്കുന്നു. കർത്താവേ, എന്നെ ബന്ധിച്ചിരിക്കുന്നു, സാത്താൻ എന്നെ കെട്ടിയിട്ടിരിക്കുന്നു. കർത്താവേ, എനിക്ക് മോചനം തരണമേ. ഇതായിരിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥന. നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ മാറും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു തരാം, ജീവിതത്തിലെ ദുരിതങ്ങൾ മാറും. മാനസാന്തരപ്പെട്ടതോടുകൂടി എൻ്റെ ജീവിതം പയ്യെ വളരാൻ തുടങ്ങി. മാനസാന്തരപ്പെട്ടതോടുകൂടി എൻ്റെ ജീവിതം പുഷ്പിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതം ഫലം കായ്ക്കാൻ തുടങ്ങി. കർത്താവിനെ വളർത്താൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൻ്റെ ചുക്കാൻ യേശു ഏറ്റെടുത്തു. എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം കർത്താവ് ഏറ്റെടുത്തു. എൻ്റെ കാര്യങ്ങളെല്ലാം യേശുവിൻ്റെ കരങ്ങളിലായി. യേശു അതെല്ലാം ഏറ്റെടുത്തു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിന് സ്തോത്രം. ഞാനതെല്ലാം പറയുമ്പോൾ കർത്താവ് കേട്ട് പുഞ്ചിരിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അന്ന് കർത്താവ് എന്നെ പിടികൂടിയ ആ ദിവസം ഞാൻ ഓർക്കുന്നത് കർത്താവ് സന്തോഷത്തോടെ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ യേശു പിടികൂടുന്നൊരു ദിവസമാകുമോ ഇന്ന്? നിങ്ങളെ യേശു ഒന്ന് പിടിക്കുന്ന ദിവസമാകുമോ ഇന്ന്? നിങ്ങൾ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കർത്താവ് ആനയിക്കുന്ന ദിവസമാകുമോ ഇന്ന്? ഇരുളിൻ്റെ അധികാരത്തിൽ വിടുവിച്ച് പ്രകാശത്തിൻ്റെ കലവറയിലേക്ക് നിങ്ങളെ ആനയിക്കുന്ന സുദിനമാകുമോ ഇന്ന്? എങ്കിൽ നിങ്ങൾ ഭാഗ്യശാലികളായിരിക്കും. യേശു ക്രിസ്തു നിങ്ങളെ തേടി വന്നിരിക്കുകയാണ്. മോനെ, നിൻ്റെ ജീവിതത്തിൽ അന്ധകാരമുണ്ടല്ലോ. മോളെ, നിൻ്റെ ജീവിതത്തിൽ ഇരുളുണ്ടല്ലോ. അന്ധകാര ശക്തിക്ക് നീ കീഴ്പ്പെട്ടിരിക്കുന്നല്ലോ. നിനക്ക് കോപം മാറുന്നില്ലല്ലോ. നിൻ്റെ ദുശ്ശീലങ്ങൾ മാറുന്നില്ലല്ലോ. എപ്പോഴും കോപിച്ച് പറയുന്ന സ്വഭാവം നിനക്കുണ്ടല്ലോ. നീരസവും പകയും വിദ്വേഷത്തിൻ്റെ ഹൃദയത്തിലുണ്ടല്ലോ. ആരോടെല്ലാമോ പകയും വിദ്വേഷവും നിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നല്ലോ. മോനെ, നിൻ്റെ ഹൃദയത്തിൽ വൈരാഗ്യമുണ്ടല്ലോ, പകയുണ്ടല്ലോ, പ്രതികാര ചിന്തയുണ്ടല്ലോ. പക്ഷെ നടക്കുന്നില്ലെന്നേ ഉള്ളൂ. കുഞ്ഞേ, നിൻ്റെ ജീവിതത്തിൽ കക്ഷി വ്യത്യാസങ്ങളുണ്ടല്ലോ.
മോനെ നിൻ്റെ ജീവിതത്തിൽ ഇന്ന് മദ്യപാന ആസക്തി ഉണ്ടല്ലോ, ദുർവാസനകളുണ്ടല്ലോ, ദൈവത്തിന് സ്തോത്രം, എല്ലാം എറിഞ്ഞു കളയുക. എല്ലാം ഇരുളിൻ്റെ അധികാരത്തിൽ നിന്ന് കീഴ്പ്പെട്ടിരിക്കുന്ന എല്ലാ പാപങ്ങളും നിങ്ങൾ എറിഞ്ഞു കളയുക, പറിച്ചെറിഞ്ഞു കളയുക. മുറുകെ പറ്റുന്ന പാപങ്ങളുണ്ട്, പറിച്ചെറിഞ്ഞു കളയുക. നിങ്ങളറിയുന്നില്ല, ഈ കാട്ടിലൂടെ നടക്കുമ്പോൾ അട്ട നിങ്ങളുടെ മേൽ പറ്റി പിടിച്ചിട്ടുണ്ടെന്ന് അറിയുന്നില്ല. കാട്ടിലൂടെയാണ് നടക്കുന്നത്, കാട്ടിൽ അട്ടകളുണ്ട്. അട്ട അത് നൂലുപോലെ ഇരിക്കും കണ്ടാൽ, പക്ഷേ കടിച്ചതെന്ന് അറിയില്ല. പിന്നീട് വേദനിച്ച് തുടങ്ങുകയും കാലിൽ കൂടി ചോര ഒഴുകുകയും ചെയ്യുമ്പോഴാണ് അയ്യോ അട്ട കയറി കടിച്ചല്ലോ, വീർത്ത് വീങ്ങി നിങ്ങളുടെ ചോര കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അട്ടകൾ. എൻ്റെ കർത്താവ് എന്തു ചെയ്യും? പറിച്ചാൽ പോരുകയില്ല. അട്ട കടിച്ച് പിടിച്ച് തൂങ്ങിയിരിക്കുകയാണ്. അട്ടയ്ക്ക് ധാരാളം രക്തം കിട്ടി. അട്ട കടിച്ച് കിടക്കുകയാണ് നിങ്ങളുടെ കാലിൻ്റെ തുടയിൽ. അയ്യോ ഈ കാട്ടിൽ കൂടി പോന്നല്ലോ, ഇവിടെ വെച്ച് ഈ അട്ട കയറിയല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ അട്ട മാറാൻ പിടിച്ചു വലിച്ചാൽ അട്ട മുറിഞ്ഞു പോരും, പക്ഷേ അട്ടയുടെ തല അവിടെ തന്നെ ഇരിക്കും. ഒരു കാര്യം ചെയ്താൽ മതി, ഒറ്റയ്ക്ക് കാര്യം ചെയ്താൽ മതി. ഇത്തിരി ഉപ്പ് വെള്ളം അല്ലെങ്കിൽ ഉപ്പ് അവിടെ ഇട്ടാൽ മതി, പിടിവിടും. ദൈവത്തിന് സ്തോത്രം. അനേകരെ ഇന്ന് അട്ട കടിച്ചു തൂങ്ങിയിരിക്കുകയാണ്. അട്ടകൾ, ഭയങ്കരമായ അട്ടകൾ നിങ്ങൾ ചോര വലിച്ചു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് അട്ടകൾ? ദുരാത്മാക്കൾ, പിശാചുക്കൾ. ചിലപ്പോൾ പ്രണയത്തിൻ്റെ പിശാചായിരിക്കും, പ്രേമത്തിൻ്റെ പിശാച്. അട്ട കടിച്ചിരിക്കുകയാണ്, പോയില്ല. ഇപ്പോഴോട്ട് വേദനയോട്ട് തോന്നുന്നില്ല. അട്ട കടിച്ച കാര്യം അവർക്കൊന്നുമില്ല, അറിയുന്നുമില്ല. അട്ട എവിടെയുണ്ട്? മാറിയിട്ടില്ല. ചില അഴുക്കായ ബന്ധങ്ങൾ, പുറമേ പറയാൻ ലജ്ജ തോന്നുന്ന ചില ബന്ധങ്ങൾ കൂടി കിടക്കുകയായിരിക്കും. അട്ടയാണ്. നിന്റെ രക്തം വലിച്ചു കുടിക്കുകയാണ് മോനെ, നീ അറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. കഞ്ചാവ്, ബ്ലൂ ഫിലിം, അല്ല മയക്കുമരുന്ന്. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാമാണ് അട്ടകൾ. ഈ വീഡിയോ ഗെയിംസ്, അതൊക്കെ ഓരോ അട്ടകളാണ്. വീഡിയോ ഗെയിംസ്, നെറ്റ് ചാറ്റിങ്സ്, ഇൻ്റർനെറ്റിലെ ചാറ്റിങ്സ്, എല്ലാം കുഴപ്പമാണ്. ഇപ്പോൾ തൽക്കാലം കുഴപ്പമില്ലെന്ന് തോന്നും. ആദ്യം അട്ട കടിക്കുമ്പോൾ അറിയേയില്ല, അട്ട കടിച്ചിട്ടൊന്നും അറിയേയില്ല, ഒരു വേദനയൊന്നുമില്ല, ചോര പോകുന്നുമില്ല. അട്ട ചോര കുടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അട്ട കുടിച്ച് വീർത്ത് കഴിയുമ്പോഴാണ് ചോര കുറേ പുറത്തേക്ക് പോകുന്നത്. അപ്പോഴേ അറിയുന്നുള്ളൂ. എല്ലാ ജീവനും നഷ്ടപ്പെട്ടതിന് ശേഷം, ചോര മുഴുവൻ പോയതിന് ശേഷം അപ്പോൾ അറിയും. വൈകിപ്പോവും മോളെ, നീ വൈകിപ്പോവും, മോനെ നീ വൈകിപ്പോവും. എപ്പോഴും ഓർത്തുകൊള്ളൂ, അട്ടകൾ കടിച്ചു തൂങ്ങുന്നുണ്ട് അനേകരെ. പൈശാചിക ശക്തി കടിച്ച് ഈമ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അനേകരെ. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമമഹത്വപ്പെടും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്താണ് കേൾക്കുന്നത്? അപ്പോൾ രാത്രിയായിരുന്നു, രാത്രിയിലേക്ക് പോവുകയാണ്. ഇസ്കരിയോത്ത് യൂദ ഒറ്റിക്കൊടുക്കുവാൻ രാത്രിയിലേക്ക് പോയി. രാത്രിയിൽ കൂടി നടന്നു. അവന് കിട്ടിയ മുന്നറിയിപ്പുകൾ അവഗണിച്ചു. പാപത്തിൻ്റെ ഏകാന്തത അവനെ വശീകരിച്ചു. പാപം അവനെ വലിച്ചഴിച്ചുകൊണ്ടുപോയി. അവന് ചില ന്യായീകരണങ്ങളുണ്ടായിരുന്നു, അവന് ചില ന്യായങ്ങൾ തോന്നിയിരുന്നു, അവന് ചില കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ അവൻ്റെ ഹൃദയത്തിൽ ഉറപ്പുണ്ടായിരുന്നു. യേശു രക്ഷപ്പെട്ടുകൊള്ളും, ഞാൻ ഒറ്റിക്കൊടുത്താലും ആ മഹാപുരുഷന്മാരെ പിടിച്ചാലൊന്നും യേശുവിനെ കിട്ടുകയില്ല. യേശു അവരെയെല്ലാം അതിജീവിച്ച് യേശു രാജാവായി വാഴും. ചില അബദ്ധവിശ്വാസങ്ങൾ കുടുങ്ങി ഇന്ന് അനേകര് പാവത്തിലേക്ക് പോകുന്നു, ഇരുളിലേക്ക്. ദൈവത്തിന് സ്തോത്രം. ഈ അടുത്ത കാലത്ത് വരുന്ന ഒരു ഇരുളാണ് ചില TV പ്രസംഗങ്ങൾ. നിങ്ങൾക്ക് മനസ്സിലാകുമോ? TV-യിലെ ചില പ്രസംഗങ്ങളിൽ ഈ പാവപ്പെട്ട രോഗമുള്ള ആളെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് സ്റ്റേജിൽ നിർത്തി ഉടനെ ഒന്ന് പ്രാർത്ഥിച്ചു. തല ഉലുക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ തല ചുറ്റിക്കാൻ പറഞ്ഞു, കുനിയാൻ പറഞ്ഞു, വരാൻ പറഞ്ഞു. രോഗം മാറി, എല്ലാവരും കൈയടിക്കാൻ പറഞ്ഞു. പാവം. നെയ്യാറ്റിൻകര CSI പള്ളിയിലെ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ ബഹുമാനപ്പെട്ട അച്ഛൻ എന്നോട് പറഞ്ഞു, വികാരിച്ചൻ പറഞ്ഞു, സാറേ, ആളുടെ പേര് ഞാൻ പറയുന്നില്ല, ഇന്നയാളോട് പ്രസംഗിക്കാൻ വന്നു. എൻ്റെ സാറേ, അദ്ദേഹം വന്ന് തീരെ നടക്കാൻ വയ്യാത്ത ഒരാൾ, നടുവിന് വേദനയായിട്ടിരിക്കുന്ന ആൾ. അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എല്ലാം മാറി, ഇതിൽ ഓടാൻ പറഞ്ഞു. ഈ പള്ളിയകത്തൂടെ അയാൾ ഓടി. എൻ്റെ ഇടവിൽപ്പെട്ടയാളാണ്. ഓടി. എൻ്റെ സാറേ, ഒരാഴ്ചയ്ക്കകം അദ്ദേഹം മരിച്ചു. കാരണം തളർന്ന് കിടന്നുപോയി. അതെങ്കിലും പയ്യൊന്നും നടക്കാമായിരുന്നു, പോയി അത് കിടന്നുപോയി, മരിച്ചു. നെയ്യാറ്റിൻകര പള്ളിയിലെ CSI പള്ളിയിലെ അച്ഛനാണ് എന്നോട് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, വേറെ കാര്യം കൂടി പറഞ്ഞു. ഈ കഴുത്ത് തിരിക്കാൻ വയ്യാത്ത ഒരാൾ വന്നു. അദ്ദേഹം വേറൊരാൾ ഈ രോഗിയെ കണ്ടു, സ്റ്റേജിലേക്ക് വന്നു, കൈവച്ച് പ്രാർത്ഥിച്ചു, രോഗം സൗഖ്യമായി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് തലയൊക്കെ തിരിക്കാൻ പറഞ്ഞു. പാവം വേദനിച്ചാണെങ്കിൽ തല തിരിച്ചു. സാറേ, അദ്ദേഹം ഈ 1 വർഷമായിട്ടും പിന്നെ എഴുന്നേറ്റിട്ടില്ല, കിടന്ന കിടപ്പാ. ദൈവത്തിന് സ്തോത്രം.
നിങ്ങൾക്കറിയാമോ, ഈ അന്ധകാര ശക്തിയിൽ നിന്ന് സുവിശേഷ ലോകത്തെ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ് സുവിശേഷകന്മാരെ. അവർ സുവിശേഷമല്ല പറയുന്നത്, അവർ മനുഷ്യരെ കബളിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള മായാജാലങ്ങൾക്കും നാം അടിമപ്പെട്ടു പോകരുത്. ഇതിലൊന്നും ഇങ്ങനെയുള്ള വശീകരണ ശക്തികൾക്ക് നാം അടിമപ്പെട്ടു പോകരുത്. നിർമ്മല സുവിശേഷം കേൾക്കുക. എന്താണത്? യേശുക്രിസ്തു ജീവിക്കുന്നു, സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ പാപം വഹിച്ചിരിക്കുന്നു, ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ പാപത്തിന് പരിഹാരമായി ക്രൂശിൽ മരിച്ചിരിക്കുന്നു, ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ പാപക്കറകളെല്ലാം കഴുകിക്കളഞ്ഞിരിക്കുന്നു, ദൈവത്തിന് സ്തോത്രം. പോരാ, യേശുക്രിസ്തു വീണ്ടും വരും, സ്തോത്രം. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എൻ്റെ സുവിശേഷം. അതാണ് സുവിശേഷം, സ്തോത്രം. അതാണ് സുവിശേഷം. പത്രോസിയായ ആദ്യം ചെയ്ത പ്രസംഗം, നിങ്ങൾ യേശുവിനെ ക്രൂശിച്ചു, ദൈവം യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികൾ. ഇതാണ് പ്രസംഗം. യേശുക്രിസ്തുവാണ് പ്രസംഗ വിഷയം, അത് രോഗം മാറ്റുന്നതല്ല. അതുകൊണ്ട് കർത്താവ് രോഗം മാറ്റിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്ക് രോഗം മാറ്റിയല്ലോ, കർത്താവ് രോഗം മാറ്റും. പാവം മാറുമ്പോൾ രോഗവും മാറും. അത് പലതും മനസ്സിലാക്കണം. പാവം മാറുമ്പോൾ രോഗവും മാറും, മാറേണ്ടതാണെങ്കിൽ. പറയുന്നതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലാക്കുമോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ ചിന്തിക്കൂ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അനേകർ രാത്രിയിലേക്ക് പോവുകയാണ്, ഇരുളിലേക്ക് പോവുകയാണ്. ഇരുളില് അന്ധതയിൽ തപ്പി നടക്കുകയാണ്. എവിടെ രക്ഷ കിട്ടും? എവിടെ പോയാൽ രക്ഷ കിട്ടും? ചില പുണ്യസ്ഥലങ്ങളിൽ തീർത്ഥയാത്ര പോയാൽ രക്ഷ കിട്ടുമോ? പാവങ്ങൾ അങ്ങോട്ട് ഓടുകയാണ്. പുണ്യസ്ഥലങ്ങളിൽ നടന്നു പോയാൽ രക്ഷ കിട്ടുമോ? അങ്ങോട്ട് ഓടുകയാണ്. പുണ്യവാൻ്റെ കവറിടത്തിൽ പോയാൽ രക്ഷ കിട്ടുമോ? അങ്ങോട്ട് ഓടുകയാണ്. കവറിടത്തിന് 3 പ്രാവശ്യം ചുറ്റിയാൽ രക്ഷ കിട്ടുമോ? അങ്ങോട്ട് ഓടുകയാണ്. പ്രിയപ്പെട്ടവരെ, ചിലരെ പാവങ്ങൾ അവരെല്ലാം പാവപ്പെട്ട കുരുടൻ വഴി കാണിക്കുന്നു പറയുന്നത് പോലെ ഈ സാധുക്കളെ കബളിപ്പിച്ചുകൊണ്ട് പോയി ഇങ്ങനെയുള്ളതായ ബന്ധനങ്ങൾ പെടുത്തുന്നു. ആർക്കും രക്ഷ കിട്ടുന്നില്ല. അവരെല്ലാം ഒരു സംതൃപ്തിയിൽ കടഞ്ഞു പോകുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, ഞാനിത് പറയുന്നതല്ല, സത്യമാണ്. ഇന്ന് തീർത്ഥയാത്രകളുണ്ട്, നടന്നുള്ള തീർത്ഥയാത്രകളുണ്ട്. തീർത്ഥയാത്രയ്ക്ക് പോയി അവിടെ കവറ് ചുറ്റിയാൽ രക്ഷ കിട്ടുന്ന പാവങ്ങളെ ധരിച്ചു വെച്ചിരിക്കുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ രക്ഷകനെ കാണുക, ക്രിസ്തുവിനെ കാണുക, ക്രിസ്തുവിൻ്റെ ക്രൂശിലെ സ്നേഹം കാണുക. ക്രിസ്തുവിൻ്റെ ക്രൂശിലെ സ്നേഹം നിങ്ങൾ വിളിക്കുന്നത് നിങ്ങൾ കേൾക്കുക. അന്ധകാരത്തിലേക്ക് പോകല്ലേ, ഇരുളിലേക്ക് പോകല്ലേ, അന്ധവിശ്വാസത്തിലേക്ക് പോകല്ലേ, അബദ്ധാചാരങ്ങളിലേക്ക് പോകല്ലേ, ദുർനടപടികളിലേക്ക് പോകല്ലേ. നിങ്ങൾ പാവത്തോട് യാത്ര പറയുക. കർത്താവ് അതിൻ്റെ അവസാനത്തെ പ്രാർത്ഥനയിൽ യോഹന്നാന് ശേഷം 13-ാം അധ്യായത്തിൽ ഇത് കഴിഞ്ഞിട്ട് 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറഞ്ഞു, ആ നാശയോഗ്യനല്ലാതെ ആരും നശിച്ചു പോയിട്ടില്ല. യൂദാ ഇസ്കരിയോത്ത് നശിച്ചുപോയി എന്നാണ് കർത്താവ് പറയുന്നത്. ആ നാശയോഗ്യനല്ലാതെ ആരും നശിച്ചു പോയിട്ടില്ല. നാശയോഗ്യനെന്നും അവൻ നശിച്ചുപോയി എന്നും കർത്താവ് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അപകടം നോക്കി വരരുത്. നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരികയാണ്. നിങ്ങൾ തെറ്റായ വഴികളിലേക്ക് പോകരുത്, പാപത്തിലേക്ക് പോകരുത്, ദിവ്യാഗ്രഹത്തിലേക്ക് പോകരുത്, അശുദ്ധ ജീവിതത്തിലേക്ക് പോകരുത്. തിന്മകൾ മാറ്റിക്കൊള്ളുക, ദുശ്ശീലങ്ങൾ മാറ്റിക്കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ഏറ്റവും ഗൗരവമേറിയ സന്ദർഭത്തിൽ തിരുശരീര രക്തം വാഴ്ത്തുമ്പോൾ നാം അതിൻ്റെ അവസാനം നാം ഏറ്റുപറയും, ഞങ്ങളുടെ കർത്താവേ, നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുകയും നിൻ്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ഞങ്ങളെല്ലാവരോടും നീ കരുണയുണ്ടായിരിക്കണമേ. അല്ലേ? നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? ഇങ്ങനെ നാം പറയുന്നു. അതാണ് സുവിശേഷം. ഞങ്ങളുടെ കർത്താവേ, നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുകയും രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം, ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ്, അതാണ് സുവിശേഷം. അതല്ലാതെ പറയുന്ന സുവിശേഷം ഒന്നും സുവിശേഷമല്ല. അതെല്ലാം പിശാചിൻ്റെ തന്ത്രങ്ങളാണ്. അതിൽ നിന്ന് കുടുങ്ങിപ്പോകരുത്. സ്തോത്രം. ഏകാന്തത, മരണത്തിൻ്റെ ഏകാന്തത, പാപത്തിൻ്റെ ഏകാന്തത, രോഗത്തിൻ്റെ ഏകാന്തത, ഏകാന്തതയിൽ സ്നേഹിതരെ, ഞാൻ യുവാക്കളെ നിർത്താൻ ശ്രമിക്കട്ടെ. നിങ്ങൾക്ക് ഏകാന്തത അനുഭവിക്കുന്നുണ്ടോ? എനിക്ക് ആരുമില്ല എന്നൊരു തോന്നലുണ്ടോ? എന്നെ സഹായിപ്പം എനിക്ക് ആരുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ കാര്യം, എൻ്റെ പ്രശ്നം കാണാൻ ആരുമില്ല എന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ വീട്ടിലുള്ളവർക്ക് എൻ്റെ പ്രശ്നം കാണാൻ സാധിക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ ജീവിതം തകർന്നു പോയല്ലോ എന്ന് നിങ്ങൾ വിഷാദിച്ചിരിക്കുന്നുണ്ടോ? മനസ്സ് നുറുങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഉള്ളം നിന്ന് എങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടോ? എങ്കിലിപ്പോൾ നിങ്ങൾ കർത്താവിനോട് പറയുക, കർത്താവേ, എൻ്റെ ഏകാന്തത മാറ്റാൻ നീ എൻ്റെ അടുക്കിലേക്ക് വന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഏകാന്തത മാറ്റി എനിക്ക് സമാധാനം തരാൻ നാഥ നിൻ്റെ അരികിലേക്ക് എഴുന്നള്ളി വന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നീ എൻ്റെ നേരെ തൃക്കരം നീട്ടണമേ. അനുഗ്രഹിക്കുന്ന കരം എൻ്റെ നേരെ നീട്ടണമേ. എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട ആ കരം, എനിക്ക് വേണ്ടി ആണിയടിച്ച് തകർന്നതായ കരം, എനിക്ക് വേണ്ടി തിരക്തം ചിന്തിയ കരം ഇപ്പോൾ ഒന്ന് ഉയർത്തണമേ. യേശുവേ, എൻ്റെ മേൽ തൃക്കരം ഒന്ന് വയ്ക്കണമേ. നിൻ്റെ തിരക്തം എൻ്റെ നെറ്റിയിലൊന്ന് പതിയണമേ. കർത്താവേ, യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപം പോക്കിനെ ശുദ്ധീകരിക്കുന്നതിന് വിശ്വസിക്കുന്നു. വന്നുപോയ പാപങ്ങളെല്ലാം ക്ഷമിക്കുന്നതിന് വിശ്വസിക്കുന്നു. തിരക്തത്തെല്ലാം കഴിവുപ്പെടുന്നതിന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിനക്ക് എൻ്റെ തലവേല വെച്ച് എന്നെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കുമോ നിങ്ങൾ? ദൈവത്തോട് പറയുമോ നിങ്ങൾ? കർത്താവേ, ഇന്നു മുതൽ നാഥ, ഇന്നു മുതൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും.
നാഥാ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. തീരുകൊണ്ടൊക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എങ്കിൽ നിങ്ങൾ തലകളെ നിങ്ങൾ ഉണക്കുക, കണ്ണുകളെ നിങ്ങൾ അടയ്ക്കുക. നിങ്ങൾ ഈ വാക്കുകൾ നിങ്ങൾ ഏറ്റുപറയുക. ഞാൻ പറഞ്ഞു തരാം. പ്രാർത്ഥനയാണ്. കരുണയുള്ള കർത്താവേ, കരുണയുള്ള കർത്താവേ, നീ എന്നോട് മനസ്സലിയണമേ. എന്നോട് മനസ്സലിയണമേ. ഞാനിപ്പോൾ ഇരുളിന്റെ ബന്ധനത്തിലാണ് എന്ന് ഏറ്റുപറയുന്നു. അന്ധകാരശക്തി എന്നെ ബന്ധിച്ചിരിക്കുന്നു എന്ന് ഏറ്റുപറയുന്നു. എന്റെ കർത്താവേ, എന്റെ ബന്ധനം അഴിക്കാൻ ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എന്റെ കർത്താവേ, എന്നെ തന്നെ കരങ്ങളിലേക്ക് തരുന്നു. നിന്റെ കരങ്ങളിലേക്ക് ഞാനിതാ പരമേൽപ്പിക്കുന്നു. എന്റെ ഭാവി കൈകളിലേക്ക് തരുന്നു. നിന്റെ കൈകളിലേക്ക് തരുന്നു. എന്റെ കർത്താവേ, സമർപ്പണം നീ സ്വീകരിക്കണം. എന്റെ സമർപ്പണം നീ സ്വീകരിക്കണമേ. എന്റെ സമർപ്പണം നീ സ്വീകരിക്കണമേ. എന്നെ കൈക്കൊള്ളണമേ. എന്റെ പാപങ്ങളെല്ലാം കഴുകി മാറ്റണമേ. എന്റെ പാപങ്ങളെല്ലാം കഴുകി മാറ്റണമേ. എനിക്ക് മുദ്ര തരണമേ. എനിക്ക് മുദ്ര തരണമേ. എന്റെ കർത്താവേ, ഇപ്പോൾ തന്നെ എന്നെ അനുഗ്രഹിക്കണമേ. സ്വർഗരാജ്യത്തിന്റെ അത്ഭുതകരമായ പദവിക്കായി എന്നെ രൂപാന്തരപ്പെടുത്തണം. എന്നോട് മനസ്സിലെയണമേ. നാഥാ, തൃക്കരം എന്റെ ശിരസിൽ വെച്ച് എന്നെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചവർ മാത്രം കരങ്ങൾ ഉയർത്തുകയും ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗങ്ങൾ മാറട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, പൈശാചിക ശക്തികൾ മാറിപ്പോകട്ടെ, ദുരാത്മാക്കൾ വിട്ടുപോകട്ടെ, ശാപദോഷങ്ങൾ മാറട്ടെ, യേശുവിൻ്റെ കരങ്ങളുടെ മേൽ വരട്ടെ. എല്ലാവരെയും യേശു അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ, ഇപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഈ നിന്റെ മക്കളെല്ലാം അവിടുന്ന് കരുതുന്നതിനായി സ്തുതിക്കുന്നു. ഈ മക്കളെല്ലാം അവിടുന്ന് സ്നേഹിക്കുന്നതിനായി സ്തുതിക്കുന്നു. ഈ മക്കളെല്ലാം അനുഗ്രഹിച്ചതിനായി സ്തുതിക്കുന്നു. എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ. എൻ്റെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് എല്ലാവരെയും ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.